ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മൂത്രത്തിൽ നിന്ന് കരിമരുന്നുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഹെഡിയിൽ കണ്ടത് ക്ലിക്ക് ബൈറ്റ് ഒന്നും അല്ല. ശരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂത്രത്തിൽ നിന്ന് കരിമരുന്നുണ്ടാക്കുന്നതാണ്. ഇതെന്ന് വെച്ചാൽ പുതിയ പരിപാടിയൊന്നുമല്ല. ഒരുപാട്, അതായത് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലും ചൈനയിലും അതുപോലെ കൊറിയയിലും ഒക്കെ ഉണ്ടായിരുന്നൊരു കരിമരുന്നുണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മുടെ ഈ കരിമരുന്നിൻ്റെ പ്രധാന ഭാഗത്തുള്ള വെടിയുപ്പ് വേർതിരിക്കാനാണ് ശരിക്കും നമ്മൾ മൂത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ വീഡിയോ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് സാധാരണ ചുറ്റുപാടിൽ നിന്ന്, സാധാരണ വസ്തുക്കളിൽ നിന്ന് എങ്ങനെയാണ് രാസവസ്തുക്കൾ വേർതിരിച്ചെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ ചരിത്രപരമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ളൊരു വസ്തുവാണ് നമ്മളിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ശരിക്കും ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ APJ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞ കണക്ക്, ഈ ശക്തിയുള്ളവരെ മാത്രമേ ബഹുമാനിക്കത്തുള്ളൂ. അത് കണക്കാണ് ഈ രാജ്യങ്ങളുടെ കാര്യം. ഇപ്പോൾ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏത് രാജ്യത്തിൻ്റെ കയ്യിലാണോ ഉള്ളത്, അവരായിരിക്കും ആ ലോകത്തിലെ കാര്യക്കാർ, അവരായിരിക്കും ആ ലോകം ഭരിക്കുന്നത് മിക്കവാറും. ഞാൻ ഒരു ഉദാഹരണത്തിന് വേറെ ഒന്നും പോകുന്നത്, നമ്മുടെ നാട്ടിലെ കഥ തന്നെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിൽ വന്ന സമയത്ത് അന്ന് ലോകം മുഴുവനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കരിമരുന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് റേഞ്ചുണ്ട്. അതായത് ഏറ്റവും ശക്തി കുറഞ്ഞത് മുതൽ ശക്തി കൂടിയത് വരെയുള്ള പലതരത്തിലുള്ള കരിമരുന്നുകളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കരിമരുന്ന്, നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരുന്ന കരിമരുന്ന് എന്ന് പറഞ്ഞാൽ വളരെയധികം ശക്തി കുറഞ്ഞതായിരുന്നു. അപ്പോൾ സാമൂതിരിക കാലഘട്ടത്തിൽ ഈ നമ്മുടെ കുഞ്ഞാലിമരക്കാരുടെ കപ്പൽ സൈന്യവും മറ്റുള്ള ഉണ്ടായിരുന്ന സമയത്ത് പോർച്ചുഗീസുകാരുടെ കരിമരുന്നും നമ്മുടെ കരിമരുന്നും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മളുണ്ടാക്കിയിരുന്നത് വളരെയധികം ശക്തി കുറഞ്ഞതും പോർച്ചുഗീസുകാരിൽ ഉണ്ടായിരുന്നത് വളരെയധികം ശക്തി കൂടിയതായിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരുടെ പീരങ്കിക്ക് മുന്നിൽ നമ്മുടെ പീരങ്കിപ്പടയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു. അതാണ് നമ്മുടെ ചരിത്രത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ, അതായത് ഈ ഒരു സംഭവം കൊണ്ട് തന്നെ എത്രത്തോളം നമ്മുടെ ചരിത്രം മാറി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ രാസമിശ്രിത കൂട്ടം എന്ന് പറഞ്ഞാൽ രാസപരമായിട്ട് മാത്രമല്ല, ചരിത്രപരമായിട്ടും ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച ഒരു രാസമിശ്രിതമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കാണിച്ചു തരാൻ പോകുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം വേണ്ടത് അടിവശത്ത് ദ്വാരമുള്ള ചെറിയ അഴുക്ക തൊട്ടിയോ അങ്ങനെ ഉപയോഗശൂന്യമായിട്ടുള്ള എന്തെങ്കിലും കണ്ടെയ്നർ വേണം. അല്ലെങ്കിൽ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ചെറിയ കവറോ അല്ലെങ്കിൽ ഈ ടാർപോളും പോലുള്ള സംഭവങ്ങളായാലും മതി. അതിൻ്റെ മുകളിലേക്ക് ഈ കച്ചിൽ അല്ലെങ്കിൽ ഉണക്കപ്പുല്ല് അതുപോലുള്ള സംഭവങ്ങൾ നിറയ്ക്കുക. അതിനുശേഷം അതിലേക്ക് ഗോമൂത്രമോ മനുഷ്യമൂത്രമോ അല്ലെങ്കിൽ യൂറിയ അടങ്ങി എന്തെങ്കിലും വളമോ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടാം. നമുക്ക് ശരിക്കും ഇവിടെ വേണ്ടത് യൂറിയയാണ്. നമ്മുടെ മൂത്രത്തിൽ സാധാരണ 95% വെള്ളവും 2% യൂറിയയുമാണ്. NH2CO NH2 എന്ന രാസനാമമുള്ള യൂറിയയെ വിഘടിപ്പിക്കാനാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. കാരണം യൂറിയ കുറേ നാൾ, അതായത് ഏതാണ്ട് 4-5 മാസം ഇരുന്ന് വിഘടിച്ച് കഴിയുമ്പോൾ നമുക്ക് നൈട്രേറ്റുകൾ കിട്ടും. അതായത് ഇതിൻ്റെ അകത്ത് യൂറിയയിലുള്ള നൈട്രജൻ ഓക്സിഡൈസ് ചെയ്യപ്പെട്ട് നൈട്രേറ്റുകളായിട്ട് മാറും. ഈ നൈട്രേറ്റുകളാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ ആൾറെഡി 6 മാസം മുമ്പ് ഏതാണ്ട് ഇതുപോലെ ചെയ്ത് വച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിരുന്നത്, അതായത് 6 മാസം മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു നമ്മുടെ മിശ്രിതം മണ്ണിൻ്റെ അകത്തോട്ട് ചേർക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഏതാണ്ട് എല്ലാ യൂറിയയും വിഘടിച്ച് നൈട്രേറ്റായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള നൈട്രേറ്റുകളെല്ലാം ഇതിൻ്റെ അകത്ത് അടിയും. ഇനി നമുക്ക് ചാമ്പൽ ചേർക്കാം. അതായത് ചാമ്പലിൻ്റെ അകത്ത് പൊട്ടാസ്യം ഉണ്ട്. ഈ പൊട്ടാസ്യം നൈട്രേറ്റ് കൊണ്ട് ചേർന്ന് നമുക്ക് പൊട്ടാസ്യം നൈട്രേറ്റ് അഥവാ വെടിയുപ്പ് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമ്മൾ മൂത്രത്തിൽ നിന്ന് ഇത് ശരിക്കും വേർതിരിച്ചെടുക്കുന്നത് ഈ പൊട്ടാസ്യം നൈട്രേറ്റാണ് അഥവാ വെടിയുപ്പാണ്. ഇതാണ് ഇതിൻ്റെ 70% വെടിമരുന്നിൻ്റെ ചേരുവ ഇതാണ്. അപ്പോൾ അത് നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ മാലിന്യങ്ങളുണ്ട്. വെള്ളത്തിൽ അലിയാത്തതായിട്ടുള്ള ഇഷ്ടംപോലെ മാലിന്യങ്ങളുണ്ട്. അപ്പോൾ ഭൂരിഭാഗവും വെള്ളത്തിൽ അലിയാത്തതാണ്. അത് നമ്മൾ രാത്രി ഇങ്ങനെ വയ്ക്കുമ്പോൾ സെറ്റ് ആയിക്കും. അതായത് നമ്മുടെ പൊട്ടാസ്യം നൈട്രേറ്റ് വെള്ളത്തിൽ അലിയും. അത് പിന്നീട് നമുക്ക് മുകളിലുള്ള ക്ലിയർ ആയിട്ടുള്ള വെള്ളം വേർതിരിച്ചെടുത്തിട്ട് അത് നമുക്ക് നീരാവിയാക്കി കളഞ്ഞ് നമുക്ക് ആ ക്രിസ്റ്റലായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഉപ്പ് വേർതിരിച്ചെടുക്കുന്നതാണെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് വേർതിരിച്ചെടുക്കാൻ പറ്റും. കാരണം പൊട്ടാസ്യം നൈട്രേറ്റ് വെള്ളത്തിൽ അലിയുന്നതാണ്. വെള്ളം നീരാവിയാക്കി കളഞ്ഞ് വറ്റിക്കുമ്പോൾ നമുക്ക് ആ ക്രിസ്റ്റൽ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകും. നമ്മളിതിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കും. ഇതിൻ്റെ അകത്ത് സിലിക്ക മാലിന്യങ്ങൾ, അതായത് മണ്ണും കുറേ അധികം മാലിന്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ ഭൂരിഭാഗം താഴെ സെറ്റ് ചെയ്യും. അതായത് കുറേ നേരം കഴിയുമ്പോൾ അത് അടിയിൽ അടിഞ്ഞു പോകും. അതായത് ഒരു തെളിഞ്ഞ വെള്ളം ഇതിൻ്റെ അകത്ത് വരും. അത്ര തെളിഞ്ഞായിരിക്കില്ല, കാരണം വെള്ളത്തിൽ അലിയുന്ന മറ്റ് മാലിന്യങ്ങളും ചെറിയ സൈസുള്ള മറ്റ് മാലിന്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണും. അതൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് വേർതിരിച്ചെടുക്കാൻ പറ്റും.
ഇനി ഇത് കുറച്ച് നേരം ഇരിക്കണം, അതായത് കുറച്ച് മണിക്കൂറുകൾ ഇരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള അടിയുന്ന എല്ലാത്തരം അതായത് മാലിന്യങ്ങളും താഴെ അടിഞ്ഞുകൂടും. അതിനുശേഷം ഇതിന് മുകളിലുള്ള ഏതാണ്ട് തെളിഞ്ഞ വെള്ളം നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു രാത്രി ഫുള്ള് ഇതിങ്ങനെ വെച്ചിട്ട് കയറുന്നു. അപ്പോൾ ഏതാണ്ട് എല്ലാ പൊടികളും സംഭവങ്ങളും അടിഞ്ഞുകൂടി. ഇനി ഇതിൻ്റെ അകത്ത് അടിഞ്ഞുകൂടാതെ ചെറിയ പാർട്ടുകൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മാറ്റിയിടും. അത് മാറ്റിയെടുത്തില്ലെങ്കിലും വേണ്ടൂല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ പതുക്കെ ഇത് ഈ വെള്ളം ഇതിൻ്റെ അകത്ത് മാറ്റാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ശരിയായി കഴിയുമ്പോൾ, അത് ചെറുതായിട്ടൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് വറ്റിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ വേർതിരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ പൊട്ടാസ്യം നൈട്രേറ്റ്, അതായത് വെടിയുപ്പ് കൂടാതെ ഒരുപാട് മാലിന്യങ്ങളുണ്ട്, എല്ലാം നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഇത് ചെറുതായിട്ട് അരിച്ച് ഒന്ന് വറ്റിക്കാം. നമ്മളിത് നേരത്തെ കുറേ പൊടിയും കൂടെ വീണായിരുന്നു. അതായത് ആ പൊടിയൊക്കെ നമുക്ക് ആദ്യം ഫിൽട്ടർ ചെയ്താണ്. പൊടി കാര്യങ്ങൾ നമുക്ക് ഫിൽട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഫിൽട്ടർ പേപ്പർ വെച്ച് ഫിൽട്ടർ ചെയ്താണ്. അപ്പോൾ നമ്മൾ ഏതാണ്ടൊക്കെ അരിച്ച് മാറ്റിയിട്ടുണ്ട് ഇത് പൊടി. പക്ഷേ എങ്കിലും ആ ഒരു ചെറിയൊരു അഴുക്ക നിറം അതിൻ്റെ അകത്തുണ്ട്. കുഴപ്പമില്ല, അത് നമുക്ക് ബാക്കിയും കൂടെ ചെറുതായിട്ടൊന്ന് വറ്റിക്കുമ്പോൾ ആ ഒരു നിറവും മറ്റു പൊടികളൊക്കെ പോവും. നമ്മളെന്തായാലും 100% ശുദ്ധമായിട്ടുള്ള അത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതാണ് നോക്കാം. ഏതാണ്ട് വറ്റി ഇതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ബ്രൗൺ നിറത്തിൽ കാണുന്നത് ഈ കൊളോയിഡ് രൂപത്തിലുള്ള ചെറിയ ചെളികളും മറ്റ് മാലിന്യങ്ങളുമാണ്. അപ്പോൾ അത് ചൂട് കൂടിയപ്പോൾ കുറച്ചൊക്കെ അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫിൽട്ടർ ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പ് നന്നായിട്ട് ഉണങ്ങി വറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേറെ വലിയ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിൻ്റെ അകത്ത് ഒരുപാട് മാലിന്യങ്ങൾ സംഭവങ്ങളും ഉണ്ട്, പക്ഷേ എന്നാലും വർക്കാവുമെന്നാണ് എനിക്ക് തോന്നുന്നു. നോക്കാം. ഇതൊന്നുകൂടെ ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇതിൽ വെയിലത്ത് വയ്ക്കുമ്പം ഇതിൻ്റെ അകത്ത് സാൾട്ട് ക്രിസ്റ്റൽ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റിന് ഓർത്തോറോംബിക് സ്ട്രക്ചറാണ്. ഇത് കൂർത്ത ക്രിസ്റ്റലുകൾ നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഉപ്പ് നന്നായിട്ട് ഉണക്കി വേർതിരിച്ചെടുത്തിരിക്കുകയാണ്. ഈ ബ്രൗൺ നിറത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഇപ്പോഴും മാലിന്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതായത് ശരിക്കും പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ വെടിയുപ്പ് അല്ലെങ്കിൽ KN3 ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പൊട്ടാസ്യം നൈട്രേറ്റ് നല്ലൊരു ഓക്സിഡൈസറാണ്. അതായത് ചൂടായി കഴിഞ്ഞാൽ ഓക്സിജൻ പുറത്തു. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചെറിയ കരിയോ മറ്റെന്തെങ്കിലും സംഭവങ്ങളോ വെച്ച് കൊടുത്താൽ അത് കത്തണം. അപ്പം ഞാൻ ഇവിടെ എടുക്കുന്ന ഒരു കരിഞ്ഞ തീപ്പെട്ടി കൊള്ളിയാണ്. അപ്പോൾ ഇന്ധനവും ചൂടുകൂടെ ചേരുമ്പോൾ അത് കത്തയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നല്ലൊരു ഓക്സിഡൈസറാണ്. അപ്പോൾ ഇതിൻ്റെ സൂപ്പറായിട്ട് എരിയുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഏതാണ്ട് പൊട്ടാസ്യം നൈട്രേറ്റ് തന്നെയാണ് ഇതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമ്മൾ മൂത്രത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത പൊട്ടാസ്യം നൈട്രേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെറുതായിട്ട് ഒരു കരിമരുന്ന് ഉണ്ടാക്കി വെക്കും. കരിമരുന്ന് നല്ല ശരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ശരിക്കും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന്, അതായത് മൂത്രത്തിൽ നിന്ന് കരിമരുന്ന് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ കൃത്രിമമായിട്ടൊരു കെമിക്കൽ ഞാൻ ചേർക്കാൻ പോകുന്നില്ല ഇതിൻ്റെ അകത്ത്. ഇവിടെ ജസ്റ്റ് ഒരു ഓക്സിഡൈസർ ഫ്യൂൽ മിക്സ്ചർ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതായത് മൂത്രത്തിൽ നിന്ന് വേർതിരിച്ച പൊട്ടാസ്യം നൈട്രേറ്റും കുറച്ച് മരത്തിൻ്റെ കരിയും, അതായത് ഇത് രണ്ടും നമ്മൾ സാധാരണ ചുറ്റുപാടിൽ നിന്ന് വേർതിരിച്ചെടുത്ത കെമിക്കലുകളാണ്. ഇത് രണ്ടും മാത്രമേ നമ്മൾ മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതായത് ഇത് ശരിക്കും ഒരു ഒറിജിനൽ കരിമരുന്നല്ല. ഇതിന് യാതൊരു ശക്തിയും ഇല്ലാത്ത ഒരു കത്തുന്ന ഒരു മിശ്രിതം മാത്രമേ അവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് നമ്മൾ ഉണ്ടാക്കിയ പൊട്ടാസ്യം നൈട്രേറ്റ് നന്നായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ കരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ നല്ല മിക്സിങ്ങൊന്നും നടക്കില്ല, അതുകൊണ്ട് ഏറ്റവും ശക്തി കുറഞ്ഞ കരിമരുന്നായിരിക്കും കിട്ടുന്നത്. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം നമ്മളിവിടെ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി, അത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അറിവിന് വേണ്ടിയിട്ടാണ്, ആർക്കും ചെയ്യാനല്ല, ആരും ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അവസാനം ഇത് ഉപയോഗിച്ച് ഒരു ചെറിയ ഫയർ വർക്ക്സ് ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം. പണ്ട് കാലത്ത് ഈ ചൈനയിലും യൂറോപ്പിലൊക്കെ ഈ ആൾക്കാർ തുടർച്ചയായിട്ട് മൂത്രമൊഴിച്ചിരുന്ന സ്ഥലങ്ങൾ ഈ പട്ടാളക്കാരും മറ്റു ആൾക്കാരും ഒക്കെ കുഴിച്ച് തോണ്ടിക്കൊണ്ട് പോകരുത്. അത് ഞാൻ ഈ വീഡിയോ കാണിച്ച കണക്ക് വെടിയുപ്പ് വേർതിരിച്ചിട്ട് കരിമരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും സംഭവം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെന്തായാലും ചെറുതായിരുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ശക്തി കുറഞ്ഞൊരു മിശ്രിതമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ശക്തി ചെറുതായിട്ടൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം ചേർത്ത് കുഴച്ച് നന്നായിട്ട് ഒരു ഗ്രാനുവൽ രൂപത്തിലാക്കി എടുക്കാം ചെറുതായിട്ട്.
ഇത് ഗ്രാനുകളാക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു രീതിയാണ്. ഇതുപോലെ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഉണക്കാൻ വയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സംഭവം ഉണങ്ങിയിരിക്കുകയാണ്. ഇനി ഇത് ഇളക്കി ചെറിയ ചെറിയ തരികളാക്കി മാറ്റണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കരിമരുന്നിൻ്റെ ചെറിയ സംഭവം. അത് ചെറുതായിട്ട് കത്തുന്ന കരിമരുന്നിൻ്റെ ഒരു ഏകദേശം ടൈപ്പ് സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ശരിക്കും ഇത് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു സ്കൈ ഷോട്ടിന് മാതൃകയാണ് ഞാൻ ഉള്ളത്. സ്കൈ ഷോട്ട് അല്ല, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി മുകളിലേക്ക് ചെന്ന് പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. വർക്ക് ചെയ്യൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. അതിൻ്റെ പവർ കുറവായതുകൊണ്ട് നേരെ വർക്ക് ചെയ്യൂല, എന്നാലും നോക്കാം. സംഭവം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ലിഫ്റ്റിംഗ് പവർ വളരെ കുറവായിരുന്നു. അതായത് നമുക്ക് അന്നത്തെ കാലത്ത് ഈ ഗന്ധവും സംഭവവും കിട്ടാൻ പാടായിരുന്നുകൊണ്ട് ചെറിയ ഈ കരി മാത്രം ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇത് മിക്കവാറും കരിമരുന്ന് ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇത് ഇങ്ങനെ എടുത്തെറിയാനുള്ള ശക്തി, അതായത് ഇതിൻ്റെ ലിഫ്റ്റിംഗ് പവർ, അതായത് ഇതിൻ്റെ ശരിക്കുള്ള കരിമരുന്നിൻ്റെ ശക്തി ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതുകൊണ്ട് ഇത് നല്ല രീതിയിൽ മുകളിലോട്ട് പോയില്ല. മാത്രമല്ല ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചത് പൊട്ടിത്തെറിച്ചതുമില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ കരിമരുന്നിൻ്റെ ശക്തി ശരിക്കും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് പലരും, അതായത് നമ്മുടെ നാട്ടിൽ പലരും തോക്കാനുള്ള കാരണമാണ് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച കരിമരുന്നിന് ശക്തി പോരായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നിന്നും ഈ അഗ്നിപർവ്വതവും മറ്റ് ഗന്ധം കിട്ടാനുള്ള സോഴ്സുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.